നമസ്കാരം. അതിശയങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തി നിങ്ങളെ അതിശയിപ്പിക്കുന്ന അതിശയ പിറവികളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക റെക്കോർഡുകൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും സ്വപ്നമാണ്. ഒന്നിനു പുറകെ മറ്റൊന്ന് എന്ന തരത്തിൽ റെക്കോർഡുകൾ സ്ഥാപിക്കുക എന്തായാലും അസാധ്യം. എന്നാൽ ഇന്നത്തെ അതിശയ പിറവിയിൽ 10 ലോക റെക്കോർഡുകൾക്കുടമയായ റീഗൻ ജോൺസിനെ നമുക്ക് പരിചയപ്പെടാം. ഇത് ജോൺസ്. 10ഓളം ലോക റെക്കോർഡുകളാണ് ഇദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത്. റീഗൻ ജോൺസ് നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഒരു നാട്ടുംപുറത്തുകാരനാണ്. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ സ്വദേശിയായ ഈ 37കാരൻ്റെ റെക്കോർഡുകളെക്കുറിച്ച് അതിശയ പിറവിയിലൂടെ നമുക്കറിയാൻ ശ്രമിക്കാം. അമേരിക്ക രാഷ്ട്രപതി റൊണാൾഡ് റീഗൻ രാഷ്ട്രപതിയായിരിക്കുമ്പോൾ 15 അടി നീളവും 3 അടി വീതിയുമുള്ള ഒരു വലിയ ഗ്രീറ്റിംഗ്സ് കാർഡ് എഴുതി അമേരിക്ക രാഷ്ട്രപതിക്ക് അയച്ചു. അന്ന് അമേരിക്കൻ രാഷ്ട്രപതിക്ക് വേൾഡിൽ നിന്ന് പോയ ഏറ്റവും വലിയ ഗ്രീറ്റിംഗ്സ് കാർഡാണ് ഇത്. അപ്പോൾ അമേരിക്ക രാഷ്ട്രപതി റൊണാൾഡ് റീഗൻ എനിക്കൊരു കത്ത് അയച്ചിരുന്നായിരുന്നു. ആ കത്തിൽ എഴുതിയിട്ടുള്ളത്, അമേരിക്ക രാഷ്ട്രപതി അവിടുത്തെ ചട്ടം അനുസരിച്ച് ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല, അതിനാൽ എൻ്റെ പേര് നിങ്ങൾക്ക് ഗിഫ്റ്റാ തരാമെന്ന് പറഞ്ഞ് അമേരിക്ക രാഷ്ട്രപതി റൊണാൾഡ് റീഗൻ എനിക്ക് കത്തയച്ചായിരുന്നു. ആ കത്താണ് ഇതിലുള്ളത്. റൊണാൾഡ് റീഗൻ്റെ ഒപ്പ് സഹിതം ഈ കത്ത് നമുക്ക് കിട്ടിയതാണ്. അങ്ങനെയാണ് അമേരിക്ക രാഷ്ട്രപതി റീഗൻ്റെ പേര് എനിക്ക് കിട്ടിയത്. പല പേരുകൾക്ക് അയച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിക്ക് കത്തയച്ചിട്ടുണ്ട്, പിന്നെ മദർ തെരേസയ്ക്ക് അയച്ചിട്ടുണ്ട്, പിന്നെ ബ്രിട്ടീഷ് ക്യൂണിന് അയച്ചിട്ടുണ്ട്, പിന്നെ ഇതിനു മുമ്പ് അമേരിക്കയിലുള്ള ബിൽ ക്ലിൻ്റൺ രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ പുള്ളിക്കൊക്കെ അയച്ചിട്ടുണ്ട്. അവിടെ നിന്ന് റിപ്ലൈ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള. ഈ കത്ത് അമേരിക്കൻ മുൻ രാഷ്ട്രപതി ബിൽ ക്ലിൻ്റൺ നമുക്ക് ഡയറക്റ്റ് അയച്ചതാണ്. ആയിരത്തി 1984 മാർപ്പാപ്പ കേരളം സന്ദർശിച്ചപ്പോൾ മാർപ്പാപ്പ ലോക സമാധാനം സംബന്ധിച്ച് മാർപ്പാപ്പയ്ക്ക് 2.5 കിലോമീറ്റർ നീളവും 2.5 അടി വീതിയും 100 കിലോ ഭാരവും 10 കോടി ഇംഗ്ലീഷ് വാക്കുകളും ഉള്ള കത്ത് ദിവസം 10 മണിക്കൂർ കൊണ്ട് 4 കൊല്ലം മെനക്കെട്ട് എഴുതിയാണ് മാർപ്പാപ്പയ്ക്ക് അയച്ചത്. അത് കത്ത് ഇവിടെ ഇരുന്ന് മദ്രാസിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുന്ന് ഇറ്റാലിയൻ എയർലൈൻസിൽ ഫ്ലൈറ്റിലാണ് അയച്ചത്. അതിൻ്റെ മൊത്ത ചിലവ് എനിക്ക് 83,058 രൂപയാണ് ആയത്. കത്ത് കൈപ്പറ്റി മാർപ്പാപ്പ എനിക്ക് അവിടെ ഇരുന്ന് ഒരു ലെറ്റർ അയച്ചിരുന്നായിരുന്നു. അതിൽ എൻ്റെ പേര് റോമൻ ഹിസ്റ്ററിയിൽ ചേർത്തിട്ടുണ്ടാണ് മാർപ്പാപ്പയുടെ കൂട്ടത്തിലുള്ള ഒരു കാർഡിനൽ മോൺസിഗ്നാർ റിസോട്ടോ എനിക്ക് എഴുതിയിരുന്നത്. ആ കത്തിൻ്റെ ഉള്ളടക്കം, John Paul II is the only pope to receive such a gargantuan letter concerning world peace. Hence we have registered one name in the Romanian history. അങ്ങനെയാണ് മാർപ്പാപ്പയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് ഈ കത്ത് കടന്നു വന്നതാണ്. മാർപ്പാപ്പയ്ക്ക് അയച്ച കത്ത് ഇപ്പോൾ വത്തിക്കാൻ കൊട്ടാരത്തിൽ അവിടുത്തെ മ്യൂസിയത്തിലാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ കത്ത് അയക്കുന്ന ടൈമിൽ ഞങ്ങളടുത്ത് ആ കത്തിൻ്റെ ഒരു ഫുൾ ഫോട്ടോയാണ്. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അപ്രീസിയേഷൻ ലെറ്ററും ഒരു സർട്ടിഫിക്കറ്റും ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ട്രിവാൻഡ്രത്തിലിരുന്ന് എനിക്ക് തന്നായിരുന്നു. അതിൻ്റെ ഒരു കോപ്പി ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ട്രിവാൻഡ്രത്തിലിരുന്ന് നമുക്ക് തന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പിയാണ്. ലെറ്റർ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി ഗോഫി അണ്ണൻ ഇരിക്കുന്ന ടൈമിൽ പുള്ളി എനിക്ക് അവിടെ നിന്നൊരു അപ്രീസിയേഷൻ ലെറ്ററും
നമ്മളുടെ ആ 2.5 കിലോമീറ്റർ നീളം ഐക്യരാഷ്ട്ര സഭ അംഗീകാരം ചെയ്ത് എനിക്ക് ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് തന്ന ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ്. ഈ കത്ത് സംബന്ധിച്ച് ഞാൻ അമേരിക്കയിലെ വാൾ സ്ട്രീറ്റ് ജൂർണൽ, അമേരിക്കൻ നോമിനി മാഗസീനൊക്കെ നേരത്തെ എഴുതിയായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ വാൾ സ്ട്രീറ്റ് ജൂർണൽ, അമേരിക്കൻ നോമിനി മാഗസീൻ 2 മാഗസീനും ചേർന്ന് എനിക്ക് അവിടെ ഇരുന്ന് ഒരു ലെറ്റർ ഇട്ടിരുന്നു. ആ ലെറ്ററിൽ ദ അമേരിക്കൻ നോമിനി മാഗസീൻ ആൻഡ് ദ വാൾ സ്ട്രീറ്റ് ജൂർണൽ ഹാവ് വാല്യൂഡ് $1 crore for the world's longest appeal for peace address to Pope John Paul II regarding world peace. എന്താ ഇത് കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെക്കോർഡ് സ്ഥാപിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മടിക്കണ്ട, സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുക, അത്രമാത്രം മതി. അതിശയപ്പിറവിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതിശയപ്പിറവിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം.